കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ആദ്യം നോക്കുന്നത് സൻസദ് രത്ന അവാർഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു പാർലമെന്റിന്റെ ലേറ്റസ്റ്റ് സെഷനിൽ പാർലമെന്റേറിയൻസിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ആണ് ഈ സൻസദ് രത്ന അവാർഡ് കൊടുക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ 2010 ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിന്റെ ടീച്ചിങ്സിൽ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഈ അവാർഡ് ഫംഗ്ഷൻ ചെന്നൈയിൽ ഫസ്റ്റ് എഡിഷൻ ആയിട്ട് നടന്നത്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് MPs നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, പാർലമെന്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ടോപ്പ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവർക്ക് ഈ ഒരു സൻസദ് രത്ന അവാർഡ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ TK രംഗരാജൻ, അദ്ദേഹം ഫോമർ രാജ്യസഭ MP ആണ് 2 ടേംസിലേക്ക്. അതുപോലെ സീനിയർ CPIM ലീഡറാണ്. അദ്ദേഹമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു പാർലമെന്റ് ആൻഡ് ഇന്ത്യൻ പീപ്പിൾ നേടിയത്. നെക്സ്റ്റ് ഗാലൻട്രി അവാർഡ്സ്. ഇപ്പോൾ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഗാലൻട്രി അവാർഡ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 80 മിലിറ്ററി പേഴ്സൺസിൽ 75th റിപ്പബ്ലിക് ഡേ ആണ് നമ്മുടെ ഇന്നലെ കഴിഞ്ഞത്, 26th ജനുവരിയിൽ. അപ്പോൾ ഇതിൽ 6 കീർത്തി ചക്രാസും 16 ശൗര്യ ചക്രാസും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഫസ്റ്റ് 3 ഗാലൻട്രി അവാർഡ്സ് എന്ന് പറയുന്നത് പരമവീർ ചക്ര, അതുപോലെ മഹാവീർ ചക്ര. പിന്നെ വീർ ചക്ര എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ 26th ജനുവരി 1950 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. പിന്നെ വരുന്ന 3 മോർ ഗാലൻട്രി അവാർഡ്സ് കൂടി ഉണ്ട്. അശോക് ചക്ര ക്ലാസ് 1, ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3. ഇത് 1952 മുതലാണ് വരുന്നത്. അപ്പൊ ഇത് 15th ഓഗസ്റ്റ് 1947 മുതൽ തന്നെ ഇതിന്റെ എഫക്ട് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ അവാർഡ്സ് എന്ന് പറയുന്നത് അശോക് ചക്ര എന്നും കീർത്തി ചക്ര എന്നും ശൗര്യ ചക്ര എന്നും ജനുവരി 1967 റീനെയിം ചെയ്തായിരുന്നു. ഇതിന്റെ ഒരു പ്രസിഡന്റ്സ് ഓർഡർ എന്ന് പറയുന്നത് ആദ്യം പരമവീർ ചക്ര, പിന്നെ അശോക് ചക്ര, മഹാവീർ ചക്ര, കീർത്തി ചക്ര, വീർ ചക്ര ആൻഡ് ശൗര്യ ചക്ര. ഓക്കെ. നെക്സ്റ്റ് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ 2021 and 22. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ 2021-22 റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടക്ട് ചെയ്ത മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. 2010-2011 മുതൽ ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺട്രിയിലെ ഹയർ എഡ്യൂക്കേഷന്റെ സ്റ്റാറ്റസ് പോർട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. നെക്സ്റ്റ് ജന്താർ മന്ദാർ. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്നത് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ ഗ്രീറ്റ് ചെയ്തിരുന്നു. അത് ജന്താർ മന്ദാർ ജയ്പൂരിൽ ഒരു സ്ഥലമാണ്. അപ്പൊ ഏർലി 18th സെഞ്ചുറിയിൽ മഹാരാജ ജയ്സിംഗ് II ഓഫ് ജയ്പൂർ കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ 5 ജന്താർ മന്ദാർസ്. ടോട്ടലി 5 ഉണ്ട്. ന്യൂഡൽഹിയിലും ജയ്പൂരും ഉജ്ജയിലും മധുരയിലും വാരണാസിയിലും അങ്ങനെ 5 ജന്താർ മന്ദാർ ആണുള്ളത്. ജയ്പൂരിലെ ജന്താർ മന്ദാറിലാണ് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് വന്നതും അദ്ദേഹം പ്രൈം മിനിസ്റ്ററിന്റെ അടുത്ത് സംസാരിച്ചതല്ല. ഇപ്പോൾ ജന്താർ മന്ദർ ജയ്പൂർ എന്ന് പറയുന്നത് അത് മോണുമെന്റ് ആണ്. കംപ്ലീറ്റ് ചെയ്ത് 1734 വേൾഡിൽ തന്നെ ലാർജസ്റ്റ് സ്റ്റോൺസ് ഇന്ത്യയിലാണ്. അതിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ജന്താർ മന്ദർ ഉണ്ട്. The instruments allow the observation of astronomical positions with the naked eye. അപ്പോൾ അതിനകത്തുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് naked eye ഉപയോഗിച്ചുകൊണ്ട് astronomical positions ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ജന്താറിന് സമർത്ഥ് യന്ത്ര, ജയ് പ്രകാശ്, റാം യന്ത്ര, നിയാദി ചക്ര, each of which are used for various astronomic calculations. കാൽക്കുലേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറെ എക്യുപ്മെന്റ്സ് ഇതിനകത്തുണ്ട്. അതാണ് സമർത്ഥ് യന്ത്ര, ജയ് പ്രകാശ്, റാം യന്ത്ര, നിയതി ചക്ര എന്നൊക്കെ പറയുന്ന ഒരുപാട് ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. നെക്സ്റ്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ CVC. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു റെസൊല്യൂഷന്റെ ഫലമായിട്ട് ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ടാണ്, അതായത് സംസ്ഥാന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ടാണ് ഇവരിത് കൊണ്ടുവന്നത്. ഓക്കെ. അപ്പൊ ഇത് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തത് CVC ആക്ട് 2003 പ്രകാരമാണ്. CVC ഒരു മൾട്ടി മെമ്പർ കമ്മീഷൻ ആണ്. അതിനകത്ത് ഒരു സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഉണ്ട്, അദ്ദേഹം ആയിരിക്കും ചെയർപേഴ്സൺ. പിന്നെ 2 കവിയാതെ 2 വിജിലൻസ് കമ്മീഷണേഴ്സ് ഉണ്ടായിരിക്കും, അവരാണ് അതിൽ വരുന്ന മെമ്പേഴ്സ്. നെക്സ്റ്റ് വജ്ര സ്കീം. അപ്പൊ വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച് ഫാക്കൽറ്റി, അതാണ് വജ്ര എന്ന് പറയുന്നത്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 2020 ലോഞ്ച് ചെയ്തത്. അപ്പോൾ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്നതാണ്. ഇവരാണ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ സ്കീമിന്റെ അണ്ടറിൽ സയന്റിസ്റ്റുകൾക്കും സീനിയർ റിസർച്ചേഴ്സിനും അബ്രോഡിലുള്ള ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർക്ക്
ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്ന് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാനും ഇന്ത്യൻ ഫാക്കൽറ്റി ആയിട്ട് മാറാനും അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്പറേഷൻ റക്ഷക്. ഓപ്പറേഷൻ റക്ഷക് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് കൗണ്ടർ ഇൻസർജൻസി ആണ്. ടെററിസത്തിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഹൈറ്റ്സിലാണ് ഇത് തുടങ്ങിയത്. 1990 ജൂണിൽ തുടങ്ങിയതാണ്. നെക്സ്റ്റ് ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ്. ഇപ്പൊ ഇന്ത്യൻ ആർമിയാണ് ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ് ലോഞ്ച് ചെയ്തത്. After China failed to track and restore the status quo ante in Eastern Ladakh. Eastern Ladakh ചൈന ബാക്ക് ട്രാക്കിൽ ഫെയിൽ ആയിക്കൊണ്ട് നമ്മൾ ഈ സ്റ്റാറ്റസ് ഓഫ് ക്യൂ ആൻഡ് റീസ്റ്റോർ ചെയ്തപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇത് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ അവിടെയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ചൈനീസ് ട്രൂപ്സിനെ ഓവർസീ ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ നമ്മുടെ ഒരു സർവൈലൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കൊണ്ടുവന്നത്. നെക്സ്റ്റ് ഓപ്പറേഷൻ മൈത്തൂത്. ഇതൊരു കോഡ് നെയിം ആണ്. ഇന്ത്യൻ ആർംഡ് ഫോഴ്സസിന്റെ ഓപ്പറേഷൻ ആണ്. സിയാച്ചിൻ ഗ്ലേഷ്യർ, കാശ്മീരിലെ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ സിയാച്ചിൻ കോൺഫ്ലിക്ട് നടന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. നെക്സ്റ്റ് ഓപ്പറേഷൻ സഹൈത. സഹായത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിസാസ്റ്റർ റിലീഫ് സപ്പോർട്ടിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഓപ്പറേഷൻ ആണ്. മൊസാംബിക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡീൽ വിത്ത് ആഫ്റ്റർ മാത്ത് ഓഫ് ദി ഹൈ എൻഡ് കാറ്റഗറി 2 സ്റ്റോം സൈക്ലോൺ ലിഡായ് എന്ന് പറയുന്ന ഒരു സൈക്ലോൺ വന്നപ്പോൾ ഒരു കാറ്റഗറി 2 സ്റ്റോം ആണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഡിസാസ്റ്റർ റിലീഫ് സപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ സഹായിത കൊണ്ടുവന്നത്, മൊസാംബിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ. നെക്സ്റ്റ് ഓൺ പരേഡ് ഗ്രൗണ്ട് ആൻഡ് സ്കൈസ് എബവ് വുമൺ മാർച്ചസ്. പൈലറ്റ് സ്റ്റീൽ ഷൂ. വുമൻസിന്റെ പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് നാരീശക്തി കൂടുതൽ കാണിക്കുന്ന രീതിയിലാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് പോയിരുന്നത്. അപ്പൊ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനിൽ വുമൺ പവർ ആണ് ഡിസ്പ്ലേ ചെയ്തത്. മേജർ സൗമ്യ ശുക്ല ആയിരുന്നു നമ്മുടെ നാഷണൽ ഫ്ലാഗ് പിടിച്ച് മുന്നിലുണ്ടായിരുന്നത്. 112ഓളം വുമൺ ആർട്ടിസ്റ്റുകൾ വളരെ സ്കിൽഫുൾ ആയിട്ട് അവരുടെ ഫോക്കും ട്രൈബൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആർട്ട് എല്ലാം കാണിച്ചിരുന്നു. 3 സർവീസിലുള്ള എല്ലാ വുമൻസും ഇതിനകത്ത് ആദ്യമായിട്ടാണ് മാർച്ച് ചെയ്യുന്നത് റിപ്പബ്ലിക് ഡേയിൽ. Japan became the 5th country to soft land a robotic instrument on the moon. But Japan's space agency, the Japan Aerospace Exploration Agency, JAXA ആണ്. അവര് മൂണിൽ പിൻ പോയിന്റ് ലാൻഡിങ് ചെയ്തു എന്നുള്ളതായിരുന്നു ന്യൂസ്. അപ്പൊ ജപ്പാൻ എന്ന് പറയുന്നത് 5th കൺട്രി ആയിരിക്കുകയാണ്. അതായത് റോബോട്ടിക് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുകൊണ്ട് മൂണിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 5ാമത്തെ കൺട്രി ആയിരിക്കുകയാണ് ജപ്പാൻ. ഇപ്പൊ ഓഗസ്റ്റ് 2023 ചന്ദ്രയാൻ 3, നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ഇതുപോലെ തന്നെ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരുന്നു. ഇന്ത്യ 4ാമത്തെ കൺട്രിയാണ്, ജപ്പാൻ 5ാമത്തെ കൺട്രിയാണ്. നെക്സ്റ്റ് ഹാൻഡ്ലൂംസ് ഇൻ തെലങ്കാന. അപ്പൊ തെലങ്കാനയിലെ ഹാൻഡ്ലൂംസ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തെലങ്കാനയുടെ ഹാൻഡ്ലൂംസും ഇമ്പോർട്ടന്റ് ആണ്. തെലങ്കാന ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ് ഇൻ ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. ഹാൻഡ്ലൂം ഇൻഡസ്ട്രി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് തെലങ്കാന. അവിടുത്തെ ഫേമസ് ഹാൻഡ്ലൂംസ് നമുക്ക് നോക്കാം. പച്ചുമ്പള്ളി ഇക്കത്ത്, ലക്കത്ത്, ദെൻ ഗഡ്വാൾ, നാറിയാപെട്ട്, ഗൊലഭാമ സാരീസ്, ദുറീസ് ഫ്രം വർണകൾ, ഇതൊക്കെ അവരുടെ ഹാൻഡ്ലൂംസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു.